Class 4 English Unit 1 Beyond Fear, page number 25, Everyday Heroes. ആക്ടിവിറ്റീസ് 1 to 8 കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കൂടാതെ ക്ലാസ് 4 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതുമാണ്. ഓക്കെ, എവരിഡേ ഹീറോസ് ഒരു പോയമാണ്. വായിക്കാം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ, ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too. Know that if you need them, a hero will be near to help you in the darkest time and take away the fear. Robert Longley. ഇനി അവിടെ കൊടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം? ഹു ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ കാണിച്ചിരിക്കുന്ന ഹീറോസ് ആരൊക്കെയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദീസ് ആർ എവരിഡേ ഹീറോസ്, ദീസ് മെൻ ആൻഡ് വുമൺ ഇൻ ഹ്യൂ, ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്. അപ്പോൾ ആരൊക്കെയാണ് ഹീറോസ്? മെൻ ആൻഡ് വുമൺ, വർക്കിംഗ് ഇൻ യൂണിഫോം ആൻഡ് വർക്കിംഗ് ഡോഗ്സ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? പോലീസ് ഓഫീസേഴ്സ് ആൻഡ് വർക്കിംഗ് ഡോഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദീസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്? നമ്മൾ വിളിക്കുന്ന സമയത്ത് ഈ ഹീറോസ് എന്താണ് ചെയ്യുന്നത്? നോക്കാം അല്ലേ, ഇവിടെ പോയതിൽ തന്നെ ഉണ്ട്. ദേ ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം ആൻഡ് ടേക്ക് അവേ ദ ഫിയർ. അപ്പോൾ എന്താണ് ആൻസർ? ദേ ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് അവേ ദ ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why do you think the author calls these heroes everyday heroes? നിങ്ങൾ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത് ഓഥർ ഇവരെ എവരിഡേ ഹീറോസ് എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? ഇവിടെ പോയതിൽ തന്നെ നോക്കാം. എന്താണ്? നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, എ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. അപ്പോൾ എങ്ങനെ ആൻസർ എഴുതാം? പ്രൊട്ടക്റ്റ് ആൻഡ് സെർവേഴ്സ് without seeking guts and glory and are always ready to help when they get a call. Okay. Next, activity 1. Read the following lines from the poem. ആ പോയത്തിൽ കൊടുത്തിരിക്കുന്ന ലൈൻസ് വായിക്കുക. You might see them in uniform or maybe not at all, but no, they will be there when they get the call. The words all and call end with the same sound. They are called rhyming words. ഇങ്ങനെ അവസാനിക്കുന്ന വാക്കുകൾ വിളിക്കുന്നത് റൈമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് റൈറ്റ് ദം ബിലോ. പോയത്തിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി നിങ്ങൾ താഴെ എഴുതി ചേർക്കുക. ഏതൊക്കെയാണുള്ളത്? പോയം നോക്കാം അല്ലേ. ഓൾ, കോൾ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് റൈമിംഗ് വേർഡ് ഏതാ വരുന്നത്? സെർവ്, ഡിസേർവ്. നെക്സ്റ്റ് hue, to. Next, near, fear. Okay. Next, activity 2, meet the hero. We have seen many heroes like soldiers, farmers, police officers, artists and sportsmen. നിങ്ങൾ ഒരുപാട് ഹീറോസിനെ കാണാറുണ്ട്. സോൾജിയേഴ്സ് പട്ടാളക്കാർ, ഫാമേഴ്സ് കൃഷിക്കാർ, പോലീസ് ഓഫീസേഴ്സ്, ആർട്ടിസ്റ്റ് കലാകാരന്മാർ, സ്പോർട്സ്മാൻ കളിക്കാർ. സപ്പോസ് എ പോലീസ് ഓഫീസർ ഫ്രം ദ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാൻ ഒരു ജനമൈത്രി പോലീസ് ഓഫീസർ വരുന്നു. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം ഓർ ഹെർ. അവരോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തയ്യാറാക്കുക. ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? നിങ്ങൾ നിങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട്? അല്ലേ? അപ്പം നിങ്ങൾ ഈ ജനമൈത്രി പോലീസിനോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. വൈ ഡു യു കം ടു അവർ സ്കൂൾ? നിങ്ങൾ എന്തിനാണ് നമ്മുടെ സ്കൂളിൽ വന്നത്? ഈസ് ഇറ്റ് യുവർ ഡ്യൂട്ടി? ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണോ? പിന്നെ വേറെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ പോലീസ് ഓഫീസർ? ഒരു പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ജനമൈത്രി പോലീസ് ഓഫീസർ? ഒരു ജനമൈത്രി പോലീസ് ഓഫീസറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ ജനമൈത്രി പോലീസ്? വാട്ട് ഈസ് മെൻ ബൈ ജനമൈത്രി പോലീസ്? നെക്സ്റ്റ്,
ഹൗ ഡു യു ഹെൽപ്പ് പീപ്പിൾ ഇൻ അവർ കമ്മ്യൂണിറ്റി? നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കുന്നത്? നെക്സ്റ്റ് ഒരു സ്റ്റോറിയാണ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു ദ ബ്രേവ് റാബിറ്റ്. ഇവിടെ കിച്ചു ഒരു ധൈര്യശാലിയായ മുയൽ, അവൻ്റെ സ്റ്റോറിയാണ്. ഹൂസ് ഹീറോയിക് ആക്ഷൻ സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ഹീറോയിക് ആക്ഷൻ അവൻ്റെ സുഹൃത്തുക്കളെ രക്ഷിച്ചു. നോക്കാം. ദ ട്രിക്ക് ഓഫ് കിച്ചു. കിച്ചുവിൻ്റെ ട്രിക്ക്. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. കിച്ചു ഒരു മുയൽ, നല്ല അറിയപ്പെടുന്ന ഒരു വെജിറ്റബിൾ കച്ചവടക്കാരനാണ് ലിറ്റിൽ മാർക്കറ്റിൽ. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, ക്യാബേജ്, പംകിൻ, ബിറ്റർ ഗോഡ് ആൻഡ് സ്പിനാച്ച്. അവൻ്റെ ഷോപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ക്യാരറ്റ്, ക്യാബേജ്, പംകിൻ, മത്തൻ, ബിറ്റർ ഗോഡ്, കയ്പ ആൻഡ് സ്പിനാച്ച്, ചീര. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. ഒരു ദിവസം ചിന്നു, ആരാണ്? ഒരു പെൺകുട്ടിയാണ്, അവൻ്റെ ഷോപ്പിലേക്ക് വന്നു കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി. ഹി നോട്ടീസ് ചിന്നു ഹോൾഡിങ് സംതിങ്. അവൻ നോട്ടീസ് ചെയ്തു ചിന്നുവിൻ്റെ കയ്യിൽ എന്തോ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ കുഡിൻ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അവൻ മനസ്സിലായില്ല എന്താണിതെന്ന്. ഓ മൈ ഫ്രണ്ട് കിച്ചു, എൻ്റെ സുഹൃത്ത് കിച്ചു. മൈ ഫാദർ ഡസൻ ഹാവ് എനി മണി വിത്ത് ഹിം. എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പക്ഷെ അവന് ഫാദറിന് കുറച്ച് പച്ചക്കറികൾ വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. ഈ മിറർ നിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇതിന് പകരം എനിക്ക് കുറച്ച് പംകിൻസും ക്യാരറ്റ്സും ബീൻസും തരണം. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി, എൻ്റെ അച്ഛന് പൈസ കിട്ടുന്ന സമയത്ത് ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. ഞാൻ പൈസ തന്നിട്ട് ഈ മിറർ തിരിച്ചെടുത്തോളാം. ഓക്കെ ചിന്നു സെറ്റ്. ചിന്നു പറഞ്ഞു. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹെർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദ ഷോപ്പ്. കിച്ചു അവളുടെ കയ്യിൽ നിന്ന് മിറർ കണ്ണാടിയാണ്, കണ്ണാടി വാങ്ങിയിട്ട് കടയുടെ ഒരു മൂലയിൽ കൊണ്ടുവച്ചു. ഹി ഗേവ് ഹെർ ഓൾ ദി വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. അവൾ ആവശ്യപ്പെട്ട പച്ചക്കറികളെല്ലാം അവൾക്ക് കൊടുത്തു. ചിന്നു വെൻ ബാക്ക് ഹോം ഹാപ്പിലി. ചിന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. കിച്ചു മിറർ എടുത്തിട്ട് ഒന്ന് നോക്കി. ഹേ വാട്ട്സ് ദിസ്? ഹു ഈസ് ദിസ് ഇൻ ദ മിറർ? ആരാണ് ഈ മിറർ, ഈ കണ്ണാടിയിൽ? ഹി വാസ് പ്ലീസ്ഡ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. അവന് സന്തോഷമായി അവൻ്റെ തന്നെ ഇമേജ് കണ്ടപ്പോഴേ. അവൻ ഇതുവരെ കണ്ടില്ല അല്ലേ? ആം ഐ സോ ഹാൻസം? ഞാൻ ഇത്ര സുന്ദരനാണോ? ഹി വണ്ടേഡ്. അവന് അതിശയമായി. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ സന്തോഷത്താൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ്, അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്. അവൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കും. ലുക്കിംഗ് ഇൻ ദ മിറർ, എന്നിട്ട് കണ്ണാടിയിൽ നോക്കും. ഡേയ്സ് പാസ്ഡ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കുങ്കൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. ഹി അറ്റാക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അവൻ കുങ്കൻ വോൾഫ് എല്ലാ ആനിമൽസിനെയും, മാർക്കറ്റിലുള്ള എല്ലാ മൃഗങ്ങളെയും അറ്റാക്ക് ചെയ്തു. ദ ഡിയർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ ആനിമൽസ് വെർ ടെറിഫൈഡ്. അങ്ങനെ ഡിയർ, മാൻ, റാബിറ്റ്, മുയൽ, ഡോങ്കി, കഴുത ഇവർക്കൊക്കെ പേടിയായി. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? എങ്ങനെയാണ് അവൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുക? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ്. അവർ ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്. പക്ഷെ ഒരു വഴിയും കിട്ടിയില്ല. വൺ ഡേ കുങ്കൻ വോൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. ഒരു ദിവസം കുങ്കൻ വോൾഫ് ആരുടെ ഷോപ്പിലേക്ക് വന്നു? കിച്ചു റാബിറ്റിൻ്റെ ഷോപ്പിലേക്ക് വന്നു. കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഞാൻ നിന്നിപ്പോൾ പിടിച്ചു തിന്നു. ദ ആനിമൽസ് വെർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. ആനിമൽസൊക്കെ പേടിച്ച് കുറേ ആൾക്കാർ ഓടിപ്പോയി. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് കിച്ചുവിനൊരു ഐഡിയ തോന്നി, ഒരു സൂത്രം തോന്നി. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. നിൻ്റെ സൂത്രം ഇവിടെ പ്രയോഗിക്കണ്ട. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ അവേ ഫ്രം ഹിയർ. നിനക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോ. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്ഡ്. നീ എന്ത് ചെയ്യും? വോൾഫ് ചെന്നായി ചോദിച്ചു. ഐ കോണ്ട് ഡു എനിത്തിങ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വോൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ജിഗു ഈ ഷോപ്പിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അവൻ നിന്നെ കഷ്ണം കഷ്ണങ്ങളാക്കിക്കോളും. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. കിച്ചു റാബിറ്റ് ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു. നിൻ്റെ ജിഗുവിനെ കാണിച്ച്. കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. കുങ്കൻ വോൾഫ് പറഞ്ഞു. കിച്ചു റാബിറ്റ് ടേൺ ആൻഡ് പിക്ക് അപ്പ് ദ മിറർ. കിച്ചു റാബിറ്റ് തിരിഞ്ഞു, എന്നിട്ട് കണ്ണാടി കയ്യിലെടുത്തു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ
ഫേസ് ഓഫ് കുങ്കൻ വോൾഫ്. അവൻ കണ്ണാടി കുങ്കൻ വോൾഫിൻ്റെ നേരെ തിരിച്ചു പിടിച്ചു. ലുക്ക് ഹിയർ ഹീസ് ജിഗ്ഗു, കിച്ചു സെഡ്. ലുക്ക് ഹിയർ ഹീസ് ജിഗ്ഗു, കിച്ചു സെഡ്. ഇവിടെ നോക്കൂ, ഇതാണ് ജിഗ്ഗു. ആര് പറഞ്ഞു? കിച്ചു പറഞ്ഞു. അപ്പോൾ ശരിക്കും ആരാണത്? കുങ്കൻ വോൾഫ് തന്നെയാണല്ലേ. കുങ്കൻ വോൾഫ് ഇതുവരെ കണ്ണാടി നോക്കിയില്ല. കണ്ണാടിയിൽ അവൻ്റെ തന്നെ രൂപം തന്നെയാണ് കാണുന്നത്. അപ്പോൾ കുങ്കൻ വോൾഫ് വിചാരിച്ചു ഇത് ജിഗ്ഗു ആണ് എന്ന്. ഓ വാട്ട് എ ടെറിബിൾ ഫെലോ ഹീസ്. ഓ എന്തൊരു ടെറിബിൾ ഫെലോ ആണ്. ഇഫ് ഹീ കംസ് ഔട്ട്, ഇവൻ പുറത്ത് വരികയാണെങ്കിൽ, ഹി വിൽ ഫിനിഷ് മീ, അവൻ എന്നെ തീർക്കും. സീയിങ് ഹിസ് ഓൺ ഇമേജ്. ആരുടെ ഇമേജ് നോക്കിക്കൊണ്ടാണ് പറയുന്നത്? അവൻ്റെ തന്നെ ഇമേജ് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. കുങ്കൻ വോൾഫിന് അറിയില്ല അല്ലേ അവൻ്റെ ഇമേജ് ആണെന്ന്. കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗ്ഗു വോൾഫ്. കുങ്കൻ വിചാരിച്ചു ശരിക്കും ജിഗ്ഗു ആണ് അതെന്ന്. കുങ്കൻ വോൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. കുങ്കൻ വോൾഫ് ഓടിപ്പോയി. എത്ര സ്പീഡിൽ ഓടാൻ പറ്റുമോ അത്രയും സ്പീഡിൽ ഓടിപ്പോയി. ഹി നെവർ കെയിം ബാക്ക് എഗെയിൻ. പിന്നെ അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. അങ്ങനെ കിച്ചു ഒരു റിയൽ ഹീറോ ആയി മാറി. ഓൾ ദ ആനിമൽസ് ബിക്കെയിം ഹാപ്പി. എല്ലാ ആനിമൽസിനും സന്തോഷമായി. സിപ്പി പള്ളിപ്പുറം എഴുതിയ സ്റ്റോറിയാണിത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഇവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. കുറച്ച് ഇവൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ഈവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. കൊടുക്കാത്ത പിക്ചറിന് താഴെ നിങ്ങൾ ഈവൻറ്റ്സ് എഴുതി ചേർക്കുക. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിലും കൊടുക്കാം. ഫസ്റ്റ് പിക്ചർ നോക്കാം. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. ഇന്ന് പ്രിയയുടെ ആദ്യത്തെ ദിവസമായിരുന്നു പുതിയ സ്കൂളിൽ. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. പ്രിയയുടെ അമ്മ അവളെ സ്കൂളിലാക്കി. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. നീന മിസ് അവളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി. ഇനി നെക്സ്റ്റ് നിങ്ങൾ എഴുതണം അല്ലേ. ഇവൻ്റ് പിക്ചർ നോക്കിയിട്ട് എഴുതാം. എന്താ എഴുതാ? പ്രിയ ഗെറ്റ്സ് എ ഫ്രണ്ട് ആൻഡ് ഷീ ഈസ് ടോക്കിംഗ് ടു ഹെർ. നെക്സ്റ്റ് പിക്ചർ, പ്രിയാസ് ഫ്രണ്ട്സ് ഹെൽപ്സ് ടു ഈറ്റ് ഫുഡ്. തിന്നാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ. നെക്സ്റ്റ് പ്രിയാസ് ഫ്രണ്ട് ഹെൽപ്സ് ഹെർ ടു ഗോ ടു ടോയ്ലറ്റ്. നെക്സ്റ്റ് പ്രിയ ആൻഡ് ഹെർ ഫ്രണ്ട് പ്ലേസ് ബാസ്കറ്റ്ബോൾ. പ്രിയ throws the ball into the hoop and win. Headmaster honors Priya with a prize. Headmaster. Next activity, let's play with the language. Here is a word grid. What words can you make from the grid? An example is given for you. ഈ ഗ്രിഡിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. യൂണിഫോം. അതുപോലെ പുതിയ വേർഡ്സ് കണ്ടെത്തുക. നമ്മൾക്ക് കണ്ടെത്താം. ഏതൊക്കെ? ഗ്ലോറി, ഗഡ്സ്, കോർണർ, ഇയർ, ഡിവോഷൻ, ഹീറോ, റെസ്പെക്റ്റ്, പ്രൊട്ടക്റ്റ്. ഇനിയും വാക്കുകളുണ്ടെങ്കിൽ കണ്ടെത്തുക. ഓക്കെ. ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 2 വീഡിയോകളിലായി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. കൂടാതെ ക്ലാസ് 4 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.